പറയണ്ട, ഇപ്പൊ നേരിട്ട് നമുക്ക് കാണാം എങ്ങനെയാണ് അത് ചെയ്യുന്നത് നമുക്ക് കാണാം. ഇന്ന് സ്കൂള് ലീവാന്നട്ടാ. അപ്പൊ ഇന്ന് ലീവ് ആയ ദിവസം എല്ലാവർക്കും അറിയാം മഴ ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഇന്നും മഴയില്ല കേട്ടോ. ലീവ് കൊടുത്തിന് മഴയില്ല. ചിലപ്പോ നാളെ സ്കൂൾ ഉണ്ടാവും, മഴ നല്ലോണായിരിക്കും. അപ്പൊ അതൊരു ചടങ്ങാന്ന്. അങ്ങനെ ശരിയാന്ന്. അപ്പൊ ഇന്ന് വെച്ചാല് ഇന്നൊരു പ്രത്യേക ഒരു വീഡിയോ. അതായിരുന്നു കളിയാന്ന്. ഹായ്, പറയൂ എന്തൊക്കെയുണ്ട് വിശേഷം, പറയൂ. ആ മൈക്ക് തന്നിട്ടുണ്ട്, പറയൂ. സ്കൂൾ ലീവ് ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് അല്ലേ ആദ്യം മുതലേ വരണ സന്തോഷം. എല്ലാരും ഉണ്ട്. അനൂട്ടിയുണ്ട്. ഇവക്ക് ഇന്ന് ലീവല്ലേ. അപ്പോൾ ഋത്തിക്കപ്പുറത്ത് പിള്ളേരുടെ കൂടെ പോയിട്ടുണ്ട് കളിക്കാൻ. അപ്പോൾ ഞാൻ ഇന്ന് വെച്ചാൽ ഒരു കുറേ നാളായ നമ്മളോട് ഒരു കമൻറ്റിൽ ചോദിക്കലുണ്ട് എങ്ങനെയാണെന്നൊക്കെ വെച്ച് വെയിറ്റ് കുറച്ചിനെന്ന് ചോദിക്കുന്നത്. ചിരി നോക്കിയാ അനു, ചിരി നോക്കറാ. ചിരി തടിയുള്ള നല്ല തടിയുള്ള സമയത്ത് വാ പറയണ്ട, വായി തുറന്നേ. തടിയുള്ള സമയത്ത് മാമീനെ കാണാൻ ഭയങ്കര രസം. കാരണം ഈ തുന്തലിങ് വന്ന് നല്ല തടിച്ചോലും ഉണ്ടച്ചു പോളേനും. തടി കുറഞ്ഞപ്പോ ആ മുഖം പോയി. നമ്മള് അല്ല തടി മാമിക്കുണ്ടായിരുന്നു, നല്ല വയറിങ്ങനെ പ്രസവിച്ചുകൊണ്ട് വയറുണ്ടായിരുന്നു. അപ്പൊ നമ്മളെല്ലാരും അതിന് സപ്പോർട്ടാ കുറക്കാൻ വേണ്ടിട്ട്. പക്ഷെ മുഖം ഇങ്ങനെ ആവും നമ്മളാരും വിചാരിച്ചിട്ടില്ല. മുഖം നോക്കിയാട്ടെ, സത്യം പറയണോ നോണ പറയണോ? സത്യം പറഞ്ഞോ? അല്ല അങ്ങനെയല്ല, സൗന്ദര്യം അല്ല അങ്ങനെയല്ല. നമ്മളിപ്പോ കാണുന്നത് ഓരോരാളെ കണ്ണിലൊരു ഇതല്ല. അപ്പൊ അതിലൊന്നുമില്ല. പിന്നെ എനിക്ക് തോന്നുന്നു അല്ല, നമുക്ക് ആദ്യം അഭിപ്രായം ചോദിക്കാം. അമ്മേ, തടി കുറഞ്ഞിട്ട് എനക്ക് അഭിപ്രായമേ ഉള്ളൂ. കാരണം ഇപ്പൊന്ന് പറഞ്ഞാൽ ബാല്യക്കാരത്തി ആ പ്രായം വളർച്ച തടിയും എല്ലാം പ്രസവം കഴിഞ്ഞിട്ട് വരുന്ന ആ ഒരു സമയമാണ്. അന്നേരം പിന്നെ ഇങ്ങനെ പൊളിക്കണം എന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. പക്ഷേങ്കിൽ ഓള് പറയുന്ന എനക്കൊരു പാട് വയറ് ചാടീനമ്മേ, പിന്നെ അത് വയറ് അങ്ങനെ വേണ്ട ഇങ്ങനെ വേണ്ട എന്നെല്ലാം പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, മോളെ അത് ഒരു കുട്ടി കിടന്ന വയറ് കുറച്ച് നാളുകൾ ഉണ്ടാവും. പിന്നെ അത് കുറച്ച് വഴക്കാകുമ്പോൾ അതങ്ങ് തനിയെ അമർന്നോളും കുറച്ച്. പിന്നെ പണ്ടത്തെ പോലെ ഇപ്പം അങ്ങനെ കുട്ടികൾ പാവാട കെട്ട് ശീലമൊന്നും ഇല്ലല്ലോ. അതുകൊണ്ടാണ് മോളെ വയറ് എന്ന് പറഞ്ഞു ഞാൻ. പിന്നെ നമ്മൾ പണ്ട് പ്രസവിച്ചിട്ട് കുളിപ്പിക്കുമ്പോൾ നല്ലോണം ചൂടുവെള്ളം എറിഞ്ഞിട്ട് വയറ്റിനങ്ങ് തടി കൊടുക്കും. ഇതിപ്പോൾ ഈ പ്രാവശ്യം എനക്കതൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് മോളെ വയറ് എന്ന് ഞാനിങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിക്കും. എനക്കൊട്ടും ഇങ്ങനെ മെലിയുന്നത് ഇഷ്ടമല്ല. പക്ഷെ ആരോഗ്യത്തോടെ ഉള്ള തടി, കുറച്ച് തടി വേണമെന്നാണ് എൻ്റെ മനസ്സിൽ. ഞാനിപ്പോൾ എപ്പോഴും ഒക്കെ വെറുപ്പാന്നുള്ളോട്ട് പറയും, എനക്ക് നിൻ്റെ മുഖം കാണാൻ കഴിയില്ല, കൈകാല് കാണാൻ കഴിയില്ല, തടി പാട് കുറഞ്ഞിന്, വയറ് തീരെ ഇല്ല എന്നെല്ലാം പറയും. അന്നേരം ഓള് പറയും, അമ്മക്ക് ഈ ഒന്നേ പറയാനുള്ളൂ എന്നോട്. എൻ്റെ അഭിപ്രായം മെലിഞ്ഞിന് സ്റ്റൈലുള്ള വലിയലാണ്. എല്ലാ അമ്മമാർക്കും അങ്ങനെയാണ്. ഇപ്പൊ പറഞ്ഞാൽ ഞാന് പക്ഷെ അമ്മിയില്ലേ, നമ്മള് 2-3 ദിവസം ഇപ്പൊ ഫുഡ് അങ്ങനെ കുറച്ച് കുറക്കാൻ നോക്കി. നമ്മൾ എന്നാണിത് മെലിഞ്ഞിനി ക്ഷീണിയും പിടിച്ചിനി അങ്ങനെ പറഞ്ഞിട്ട് നമ്മളാ അതെല്ലാം അമ്മോറും അങ്ങനെയാണ് മക്കളെ ഇതില്. അപ്പൊ കവി ഇങ്ങനെ കുറച്ച് മെലിയാൻ വേണ്ടി ഇതെല്ലാം ആക്കുന്നീ ഫുഡ് ഇതെല്ലാം കാണുമ്പോ നമുക്ക് ഏറ്റവും വിഷമം. അമ്മോർ ഓളെന്നാന്ന് നീ പറയാന്നെല്ലാം പറയാൻ പറ്റും. അപ്പൊ ഞാനും അങ്ങനെ പറയും. പക്ഷെ ഓളെ കംഫർട്ട് ഇതിനു വേണ്ടി ചെയ്യുന്നത്. അപ്പൊ പിന്നെ നമ്മളത് ആരോഗ്യപരമായിട്ട്. പക്ഷെ എന്റെ തടി പ്രസവിച്ച തടി മാത്രല്ല, ഞാൻ നല്ലോണം പൊരിച്ചതും അതും ഇതും നല്ല ഭയങ്കര തിന്നലുണ്ടായിരുന്നു. എണ്ണക്കടി ആയാലും മധുരത്തിന്റെ കേക്ക് ആയാലും നല്ലോണം തിന്നലുണ്ടായിരുന്നു. ആ തടിയായിരുന്നു എനിക്ക് വന്നിട്ടുണ്ടായത്. അപ്പൊ നമുക്കില്ല കുറെ പേര് കമന്റ് ബോക്സിൽ ചോദിക്കലുണ്ട്, ഇങ്ങനെ എങ്ങനെയാണ് കവിയേച്ചി തടി കുറച്ചേന്ന് ചോദിക്കലുണ്ട്. ശരിക്കും ഇന്നൊരു വീഡിയോന്റെ അകത്ത് പറയാൻ വെച്ചിട്ടാണ്. അപ്പൊ അതെങ്ങനെയാണ്? ഇപ്പൊ കവി എത്ര കിലോ ഉണ്ടായിരുന്നു ആദ്യം? ഞാൻ 65 കിലോ ഉണ്ടായിരുന്നു. 55ന്റെ അടുത്ത്. അത് പറയുമ്പോൾ ഞാനേ പറഞ്ഞു, ഒരിക്കലും കൂടി പറയുമെന്ന്. ഞാനും ഇവളപ്പുറം കൂടിയിട്ട് ഇപ്പോൾ 65 കിലോ ഉള്ള കവി 55 കിലോ ആയി. 55-200 എങ്ങനെയാണല്ലേ ഇപ്പോൾ അത്രയായി. അതുപോലെ തന്നെ ഞാൻ അന്നേരം ഇതുപോലെ കറക്റ്റായിട്ട് ഞാനും കവിനിപ്പുറം ഇതെല്ലാം കുറക്കാൻ വേണ്ടി നോക്കിയിട്ട് ഇപ്പോൾ 3 കിലോ ഞാൻ അധികമായി. അതെങ്ങനെയാണെന്നില്ലത് എനിക്ക് ഒരു അമ്മയുണ്ടല്ലോ, നമുക്ക് നല്ല സന്തോഷമുണ്ട്. അതല്ല
എൻ്റെ മോള് ഇങ്ങനെല്ലാം ആക്കുന്ന കണ്ടിട്ട് അമ്മയും കുറച്ച് ഒരു നേരമല്ല കുറച്ച് ദിവസം തിന്നാൻ തുടങ്ങി. അമ്മക്ക് വന്നില്ല. കൊണ്ട് എണീക്കാൻ കഴിയുന്നില്ല. ഞാൻ മറ്റേതന്നെ മാറ്റി. ഞാൻ എൻ്റെ സാധാരണ പോലെ ആയിരുന്നു പറഞ്ഞാൽ എനിക്ക് ഇംഗ്ലീഷ് ഗുളിക പഠിക്കുന്നുണ്ടാവും, വിശപ്പ് കൂടുതലുണ്ടാവും, എനിക്ക് നിൽക്കാനാവില്ല. പക്ഷെ എനിക്ക് തിന്നെടുക്കാനാവില്ല. ഓളപ്പന പഞ്ചസാര കൂട്ടാൻ പക്ഷെ തിന്നെടുക്കാൻ കഴിയില്ല. അപ്പൊ നമുക്കില്ലേ ഇന്ന് ഞാനും ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ പോയാല് മാമ കുറച്ചേ പണിക്കൂല. മാമൻ അറിയാം അൻ്റെ ഇർത്തിക്ക് ബാക്കി എന്തായാലും ഉണ്ടാവുന്നു. അപ്പൊ എന്ത് ചെയ്യും, നമ്മൾ തിന്നിട്ട് എന്തായാലും കുറച്ചുണ്ടാവും. അത് വേണമായിരിക്കും നമുക്ക്. അല്ല അതെന്താണെന്നറിയാം, അത് നമ്മൾ ഭക്ഷണം ഒരിക്കലും വേസ്റ്റ് ആക്കാൻ പാടില്ല. ഇവർ രണ്ടാളും കഴിച്ചാൽ ബാക്കിയുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യല്. ഒരു ദിവസം ഇവരെ ഞാനൊരു ഹോട്ടലിൽ പോയിട്ടില്ലേ, ഇവർ രണ്ടാളും എന്തോ മേടിച്ചു വാരി, എനിക്കറിയാം ഇവർ തിന്നൂല. എന്നിട്ട് ഞാൻ എന്താക്കി അവരെ അടുത്ത് ഒന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു എനിക്ക് ഒന്നും വേണ്ട പറഞ്ഞു, ഒരു ചപ്പാത്തി വേണമെന്ന് പറഞ്ഞു. ഒരു ചപ്പാത്തി പറഞ്ഞു, ഒരു ചപ്പാത്തി മേടിച്ചിട്ട് ഇവരെ കാത്തു നിന്നടാ. ഇവരാണെങ്കിലില്ലേ തിന്നുന്നുമില്ല, എൻ്റെ ഒരു ചപ്പാത്തി തീർന്നു. ഭയ ഞാൻ ക്ഷമിച്ചിട്ട് ഞാൻ ഇറങ്ങിപ്പോയി. ഞാൻ എൻ്റെ കുട്ടീനെ അടുത്ത് കളിച്ച പയ്യ ഞാൻ ഇവരെ പാത്രം നോക്കുമ്പോഴേ രണ്ടാളും ഒരു ഭാഗം പോലും കഴിച്ചിട്ട് ബാക്കി വെച്ചില്ല. എന്നാൽ എനിക്ക് എന്ത് സങ്കടമായി എന്നറിയാം. ഭക്ഷണം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, നമ്മളൊരിക്കലും അത് അന്ന് ഞാനിങ്ങനെ പഠിപ്പിച്ചിന് പേടി പോയിട്ട് ആക്കില്ല. കാരണം എന്താ പറയുക, അതിന് ശേഷം ഒരു സ്ഥലത്ത് വരെ ഞാനിവിടെ പറഞ്ഞു ആവശ്യമുള്ള അപ്പുറത്താണെങ്കിൽ ഈ ഹോട്ടലിൽ ആരുണ്ടെങ്കിൽ ഞാൻ തലയിൽ വെച്ച് കിട്ടുന്നു പറഞ്ഞു. നമ്മൾ ചോറുണ്ടോ കുറച്ച് വേറിരുന്നെങ്കിൽ അത് നമുക്കുള്ള ചോറല്ല എന്നാണ് ഞാൻ കരുതല്. നമുക്കുള്ള ചോറ് അതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ടോ അതേ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. വേറിപ്പോന്നത് നമുക്കില്ലാതെ. മോനിപ്പോ അങ്ങനെ 3 കിലോ ജാസ്തിയായിന്ന് പറഞ്ഞില്ലേ, അതിപ്പോ അങ്ങനെ തോന്നില്ല. ഇല്ലമ്മേ, ഞാനൊരു തമാശക്ക് പറഞ്ഞ. അപ്പോ കവി ഇനി നമുക്ക് എങ്ങനെയാണ് കവി ഇങ്ങനെ ഈ ഇത്ര ദിവസം കൊണ്ട്, അതായത് 3 മാസം അല്ലേ എടുത്തേ, 3 മാസം കൊണ്ട് 2.5 മാസം കൊണ്ട് 65 കിലോ ഉള്ള കവി 55-ലെത്തി. അതിനുവേണ്ടി വിജുവാട്ടിന് എന്തെല്ലാം ഹെൽപ്പ് ചെയ്തെന്നല്ലോ ഒന്ന് എല്ലാവർക്കും പറഞ്ഞു കൊടുക്ക്, കേക്കട്ടെ എല്ലാവരും. വിജുവാട്ടിന് ഹെൽപ്പ് ചെയ്തത് വെച്ചാല് അവനെ ഇവിടെ വന്നപ്പോ തയ്യാറങ്ങണം. വിജുവാട്ടിന് ഹെൽപ്പ് ചെയ്തത് നീ തിന്ന് പറഞ്ഞിട്ടാണ്. ഞാൻ തിന്നില്ല പറഞ്ഞിട്ടാണ്. കൂടിയുള്ള ആരായാലും ഒന്ന് ചെറുങ്ങനെ ക്ഷീണം പിടിച്ചോ ആർക്കെങ്കിലും വിഷമമുണ്ടോ അതിൽ പറഞ്ഞു പോയതാണ്. അപ്പം ഞാനും വിജുവാട്ടിനെ കൂടിയിട്ട് നമ്മള് ജിമ്മിലെല്ലാം പോയ കുറച്ച് നാള്. മുമ്പ് നമ്മൾ കുറെ നടക്കാൻ പോയി, എന്തെല്ലോ ചെയ്ത് നമ്മൾ തടി കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് ദിവസം അതുപോലെ നോക്കും, പിന്നെ ആദ്യം നമ്മൾ അതേപോലെ കഴിക്കലും അതേപോലെ ഇതാക്കലും അല്ലാന്ന്. അപ്പോൾ പിന്നെ എനിക്ക് മനസ്സിലായി നമ്മൾ ഈ മൈദ, പഞ്ചസാര, ഓയില് ഇങ്ങനത്തെ സാധനങ്ങൾ കുറച്ചാൽ തന്നെ നമുക്ക് തടി കുറയും. അപ്പോൾ അതാണ് ഞാൻ മെയിനായിട്ട് കഴിച്ചുകൊണ്ടിട്ടുണ്ടായത്. അതന്നെയാണ് ഞങ്ങൾക്ക് കേക്കും ഇങ്ങനെ ബേക്കറി ഐറ്റംസ് ഇതെല്ലാം ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഇത് ഒഴിവാക്കണമെന്ന് പറയുമ്പോൾ പിന്നെ എന്നാ കഴിക്കാനുള്ള ഒന്നും പച്ചക്കറികളും ഇലവർഗ്ഗങ്ങളും എല്ലാം ബാക്കിന് അത് മാത്രമേ കഴിക്കൂ. പക്ഷെ അതാ കഴിക്കേണ്ടത്. പിന്നെ അതെല്ലാം മനസ്സിലാക്കി നമ്മൾ അങ്ങനെ അതെല്ലാം മെല്ലെ ഒഴിവാക്കി, പഞ്ചസാരയും മൈദ ഇതെല്ലാം ഒഴിവാക്കി കൊണ്ടു വന്നു. അതിൻ്റെ പകരം നമ്മൾ പച്ചക്കറികൾ, പിന്നെ ഫ്രൂട്ട്സ്, ചപ്പ് വറവ് ഇങ്ങനത്തതെല്ലാം അധികം കയറ്റി. പിന്നെ നമ്മൾ തിന്നുന്നത് രാത്രി ചോറ് തിന്നുന്നത് ഒഴിവാക്കി. രാത്രി ചോറേ ഇല്ല, ഇതിൻ്റെ പകരം ഒരു രാഗിൻ്റെ രാവിലെ മുതലുള്ള ഡയറ്റ് എന്ന് പറയാവി. അത് രാവിലെ മുതൽ ഇപ്പം നമ്മൾ ദോശ, ഇഡ്ഡലി അങ്ങനെ എന്തെങ്കിലും ആക്കുന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം വെച്ചിട്ട്, ഇഡ്ഡലിയാങ്കിൽ 2, ദോശയെങ്കിൽ 2. ഓ എൻ്റെ നമുക്ക് പറയാലോ, മൈക്ക് തൊടാൻ പാടില്ലേ. അപ്പോൾ 2 ദോശയും. അപ്പോൾ കറി എന്താ നമ്മൾ ഗ്രീൻ പീസ് കറി, കടലക്കറിയെല്ലാം ആക്കുന്നുണ്ടെങ്കിൽ അത് പാടെ എടുക്കുക, കടലയും ഇതെല്ലാം. അങ്ങനെ പിന്നെ ഒരു മുട്ടയങ്ങാൻ പുഴുങ്ങിയതുണ്ടെങ്കിൽ അതും കൂടി ഇട്ടിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞേ. പിന്നെ ഇനി ഒരു 10-11 മണിയാകുമ്പോൾ ആദ്യം നമുക്ക് വിശക്കും. അന്നേരം നമ്മൾ എന്നാ തിന്നണ്ടേന്നുള്ളൊരു ഇതെല്ലാം ഉണ്ടാവും. പക്ഷെ അന്നേരം കൺട്രോളാക്കി നമുക്ക് എന്തെങ്കിലും പച്ചക്കറിയിൽ എന്തെങ്കിലും ക്യാരറ്റോ കുക്കുംബറോ അങ്ങനെ ഉണ്ടല്ലോ അതോ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് മുറിച്ച് തിന്നിട്ട് തലക്കാല വിശപ്പ് മാറ്റുക. പിന്നെ നല്ലോണം വെള്ളം കുടിക്കണേ. പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് ചോറ് വരുമ്പോൾ ഇത്ര പൊരി ചോറ്, നല്ലോണം കഷ്ണങ്ങളും ചപ്പ് വറവും പിന്നെ സാലഡ് സൈഡിലോട്ട് മെയിനാക്കിയിട്ട് ചോറ് സൈഡാക്കുക. അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ക്വാണ്ടിറ്റി കുറയ്ക്കുക. നമ്മൾ ഇത്ര പുറത്ത് തിന്നുന്ന ചോറ് ഇത്ര പുറമാക്കുക. വറവെല്ലാം കൂട്ടി കഷ്ണങ്ങൾ ഇതെല്ലാം കൂട്ടി പച്ചക്കറികളെല്ലാം. അപ്പോൾ അതാണ് ചെയ്തു. പിന്നെ ഒരു 4 മണിയാകുമ്പോൾ ചായ എന്ന് ഞാൻ അങ്ങനെ കുടിക്കലില്ല. ഇനി കുടിച്ചാൽ തന്നെ മധുരം ഒഴിവാക്കിയിട്ട് ഒരു ഗ്ലാസ് കുടിക്കും. വൈകുന്നേരം വേണമെങ്കിൽ ചായ കുടിക്കാം. ഞാനങ്ങനെ നിർബന്ധമൊന്നുമില്ല. അത്യാവശ്യം ചായ മധുരം ഇടാണ്ട് അങ്ങനെ വേണം കുടിക്കും, ഇല്ലെങ്കിൽ ഇല്ല, അങ്ങനെയാണ്. പിന്നെ ഒരു 6-6:30 മണിയാകുമ്പോൾ നമുക്ക് ഫുഡെല്ലാം ക്ലോസ് ആക്കണേ, പിന്നെ ഒന്നും കഴിക്കാൻ പാടില്ല. അപ്പോൾ വൈകിട്ട് ഒരു 6-6:30 മണിയാകുമ്പോൾ മറ്റേ രാഗിൻ്റെ
കഞ്ഞി അല്ലെങ്കിൽ ഇതുപോലെ ആക്കൂല എന്നാണ് അതിന് പറയണ്ടേ, അല്ല കുറുക്കല്ല, രാഗി സ്മൂത്തി അങ്ങനത്തെ രാഗി, അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രൂട്ട്സ് അങ്ങനെ ഉണ്ടെങ്കിൽ അതും, അല്ലെങ്കിൽ എന്തെങ്കിലും സാലഡോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ലൈറ്റായിട്ട് കഴിച്ച് കഴിഞ്ഞു. ശരിക്കും പറഞ്ഞാൽ കുറേ ഭക്ഷണമുണ്ട്, പക്ഷേ കൺട്രോളിലാണ്. പിന്നെന്ന് പറഞ്ഞാൽ ഈ ഡയറ്റ് ഇത് ഇവള് ചെയ്യുന്നതാണ്. അപ്പോൾ ആരെങ്കിലും ഇങ്ങനെ ചെയ്യുന്നുണ്ട് ഒരിക്കലും അനുകരിക്കരുത്, ഡോക്ടറോട് ചോദിച്ചിട്ട് മാത്രം. ഇപ്പോൾ നമ്മൾ കവിനെ കാണിക്കലുണ്ട്, അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് മാത്രമേ ഫുഡെല്ലാം അങ്ങനെ ഈ വീഡിയോകൾ കണ്ടിട്ട് അതെ മൈക്ക് എടുത്ത് ഈ നമ്മളൊരിക്കലും ഈ വീഡിയോകൾ അല്ലെങ്കിൽ ഇങ്ങനെ പറയുന്ന ഇപ്പം കവി ചെയ്ത പോലെ അങ്ങനെയൊന്നും നമ്മൾ അറിയാണ്ട് പോയി ചെയ്യാൻ പാടില്ല. നമ്മൾ നമ്മളെ ബോഡിക്ക് എങ്ങനെയാണെന്ന് പറയാൻ കഴിയില്ല എഫക്റ്റ് ആകുന്നത്. അതുകൊണ്ട് കൃത്യമായിട്ട് അതിനെ ഒരു ഇതെടുത്തിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഇനി ചെയ്യുന്ന വിചാരിച്ചിട്ട് അതുപോലെ ഇത് അല്ലേ, അങ്ങനെയാണ് ഓരോരാളെ ഓരോ ശരീരമാണ്. ഭക്ഷണം കഴിക്കുന്നത് പക്ഷെ ഭക്ഷണം കഴിച്ചുകൊണ്ടാണ് കവി ശരിക്കും കുറച്ചത്. ചോറ് കുറച്ചു, അതുപോലെ തന്നെ ഷുഗർ, മൈദ, ഓയില്, പിന്നെ അതൊന്നും കൂടാണ്ട് അതിന്റെ കൂടെ കുറച്ച് എക്സസൈസ് അത് 1 മണിക്കൂർ കവി അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയും. അത് 1 മണിക്കൂർ അന്നൊരു വീഡിയോയിൽ നമ്മൾ കാണിച്ചു. അത് സാധാരണ വീട്ടിൽ തന്നെ ചെയ്യുന്ന എക്സസൈസ് ആണ്. ജിമ്മിലൊന്നും പോയാണ്ട് വീട്ടിൽ തന്നെ ഓൺലൈനായിട്ട് അവര് വീഡിയോയിൽ വരും. അതിനുശേഷം അവര് ഡയറ്റ് മാത്രമാണെങ്കിൽ അങ്ങനെയും പറഞ്ഞു തരും. അല്ല എന്തോ വേണോ മൈക്ക് വേണോ, അപ്പോൾ ഡയറ്റ് മാത്രം മതിയാണെങ്കിൽ അങ്ങനെയും, അല്ലെങ്കിൽ ഡയറ്റും വർക്കൗട്ടും രണ്ടും കൂടി വേണമെങ്കിൽ അങ്ങനെയും ചെയ്യും. ഞാൻ രണ്ടും കൂടി ചെയ്തിട്ടാണ് അപ്പോൾ അങ്ങനെ കുറച്ചിന് കുറേ പേര് എനിക്കൊന്ന് ഫേസ്ബുക്കിലും എല്ലാത്തിലും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും എല്ലാം വരുന്നൊരു കണ്ടാണ് ഇങ്ങനെ മെലിഞ്ഞിന് ചോദിക്കുന്നത്. കുറേ പേർക്ക് അറിയില്ല ഡയറ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെയൊന്നും അറിയുന്നില്ല. അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോയിൽ മെയിനായിട്ട് ഇത് പറയാൻ കാര്യം. അപ്പോൾ ഡയറ്റാണ് മെയിനായിട്ട് ചെയ്തത്. നിങ്ങളും നിങ്ങളെ ഡയറ്റീഷ്യനോ അല്ലെങ്കിൽ ഡോക്ടറെ കണ്ട് ചോദിച്ചിട്ട് അങ്ങനെ ആർക്കെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഇനി അങ്ങനെയൊന്നും ഇല്ലെങ്കിലും ഷുഗറും ഇത് നല്ല തന്നെയാണ് കുറയ്ക്കുന്നത്. ഷുഗറും മധുരവും ഓയിലും ഇത് 3 കുറക്കുന്നത് നല്ല തന്നെയാണ്. മുന്നേ വെച്ചാൽ ഡ്രസ്സ് ഇടുമ്പോൾ എല്ലാം ഭയങ്കര വയറെല്ലാം ഇങ്ങനെ ചാടിയ പോലെ എല്ലാം കാണുമ്പോൾ എനിക്ക് ഡ്രസ്സ് ഇടുമ്പോൾ എന്തോ ഒരു പോലെ. അപ്പോൾ മെയിനായിട്ട് ഞാൻ തടി കുറക്കാൻ കാരണം തന്നെ ഒരു ഡ്രസ്സ് ഇടുമ്പോൾ ഒരു നല്ല ഫിറ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള. എനിക്ക് ഉറപ്പില്ല, സന്തോഷിച്ചോ? കഴിഞ്ഞു ഇത്ര വരെയുള്ളൂ. ഇത്ര വരെയുള്ളൂ. അതുകൊണ്ട് ഇനി ഇതിലൊന്നും കുറക്കാണ്ട് വേറെ ഒന്നും ഇല്ലാതെ നല്ല ആരോഗ്യമുള്ള തടിയായിട്ട് നിൽക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ച് നിൽക്കലാം. അപ്പോൾ ഓക്കെ, ഇതാണ് കാര്യം. പിന്നെ ഇന്നലെ നമ്മൾ ഈ ടൈലർ മെഷീൻ്റെ അങ്ങ് പോയിട്ടില്ലേ, അന്നേരം മെഷീൻ ഒരു നമ്മൾ അതായത് കാസർഗോഡ് പോയില്ലേ, ആ സമയത്ത് നമ്മൾ ഒരു മെഷീൻ്റെ ഇതെടുത്തില്ലേ. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് കാസർഗോഡാണ്. കാസർഗോഡ് കറക്റ്റ് സ്ഥലം ബ്രോ, ബദിയെടുക്കാം. കാസർഗോഡ് ബദിയെടുക്കലുള്ളേ ഇടന്ന് പറഞ്ഞാലേ ഈ നമ്മളെ മെഷീൻ, അതായത് സ്ത്രീകൾക്ക് സ്വയം തൊഴിലെല്ലാം ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള എംബ്രോയിഡറി മെഷീൻ. നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്ന എംബ്രോയിഡറിയിൽ ഈ സാധനങ്ങൾ ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ. ഇവിടെ മുന്ന ഭായി ഉണ്ട്. ഹായ് മുന്ന. ഹായ്. അപ്പോൾ പുള്ളി നമ്മളിവിടെ കാസർഗോഡ് വന്നെയാണ്. ഇന്നലെ നമ്മൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മുന്നേ വിളിച്ചു, കുറേ ആയി വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ടേക്ക് വരാമെന്ന് വിചാരിച്ചു, വന്നു. നല്ലൊരു സംഭവം കേട്ടോ. നമ്മൾ ആദ്യമായിട്ടാണ് ഡ്രസ്സിൻ്റെ ഡിസൈന്, നമ്മളിങ്ങനെ ഡ്രസ്സ് ഇടലുണ്ട്, പക്ഷെ അതിനകത്തുള്ള ഡിസൈൻ അടിക്കുന്നത് നമ്മൾ വിചാരിച്ച് കൈ കൊണ്ട് തുന്നലേക്കും അല്ലെങ്കിൽ എങ്ങനെയാണെന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അല്ലേ. കാണാം എങ്ങനെയാണ് അത് ചെയ്യുന്നത്, നമുക്ക് കാണാം. നമ്മളെ ഡ്രസ്സെല്ലാം ഒരു നമ്മളെ ഡ്രസ്സുകളെല്ലാം എങ്ങനെയാണ് ഡിസൈനായിട്ട് വരുന്നതെന്നില്ല, അതൊന്ന് കാണാം. വാ, ഇത് എല്ലാവരും നമ്മൾ ആദ്യമായിട്ട് കാണുന്നത്, അതുകൊണ്ട് നമുക്ക് അതിൻ്റെ കൗതുകമുണ്ട്. അതുപോലെ തന്നെ എല്ലാവരും ഇതൊന്ന് കാണട്ടെ വെച്ചിട്ട് നമ്മളിപ്പോൾ ഒരു വീഡിയോ എടുക്കുന്ന കേട്ടോ. അപ്പോൾ അത് മാത്രമല്ല, ഇവർ ഈ മെഷീനും കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട്. മുന്നേ ആണ് ഇതിൻ്റെ ആള്. അതുപോലെ തന്നെ വൈഫ് സുഷ്മിത, ഏതാ തെലുങ്ക്, തുളു, ഇവരിവിടെ വന്ന് നോക്കുമ്പോൾ കന്നഡയും തുളുവെല്ലാം സംസാരിക്കുന്നത്. ഞാൻ പെട്ടു. മുന്നേക്കും കുറച്ചെല്ലാം അറിയാല്ലേ, തുളു മനസ്സിലാവും എനിക്ക്, അങ്ങോട്ട് സംസാരിക്കാൻ അത്ര ക്ലിയർ അല്ല. ഇപ്പോൾ മെഷീൻ നമ്മളൊരു വീഡിയോ, ഒരു ഷോർട്സ് ആയിട്ട് നമ്മൾ എടുത്തു. നമുക്ക് എന്തായാലും ഒന്ന് ഈ ലോങ് വീഡിയോയിൽ എല്ലാവരും കാണാൻ വേണ്ടിയിട്ടൊന്ന് ഫുൾ ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണാം. വരും, നമുക്ക് മെഷീൻ കാണാം. ഇതാണ് കേട്ടോ ഇവർ. അത് വെച്ചാൽ ഇവർ പറയുമ്പോൾ, ഇവർക്ക് ഇങ്ങനെ പെട്ടെന്ന് പറയുമ്പോൾ നമ്മൾ ഈ ക്യാമറ കാണിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ തന്നെ പറയുന്നത്, അപ്പോൾ ഇങ്ങനെ കൂടുതൽ പറയുന്നത് കേട്ടോ. അപ്പോൾ സുഷ്മിത ഒന്ന് പറഞ്ഞു കൊടുക്കുമോ കാര്യങ്ങൾ? മൈക്കില്ല ഇത് പിടിച്ചു. അപ്പോൾ മെഷീൻ ഇടിയുണ്ട്, മെഷീൻ്റെ ഡിസൈനും കാര്യമെല്ലാം ഇടിയുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ നല്ലതെന്ന് ചോദിക്കാം. സുഷ്മിത, എങ്ങനെയാണ് പരിപാടി? ഇത് കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയിഡറി മെഷീനാണ്, ഫുള്ളി ഓട്ടോമാറ്റിക് ആണ്. ഇത് 4 സ്റ്റെപ്പ് പ്രോഗ്രാം സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി, ഫുള്ളി ഓട്ടോമാറ്റിക് വർക്ക് ചെയ്യും. അതിൻ്റെ അകത്തിൽ വന്ന ഡിസൈനുകളാണ് കേട്ടോ ഇത്. ഒന്ന് ഇത് ഓണാക്കറ. അതെ,
മേലത്തെ ഇല ഇലെല്ലാം എടുത്ത് വെച്ച് പയ്യെ പൂവെടുത്ത് വെച്ചിട്ട് ലാസ്റ്റ് ആണെന്നല്ലേ. ഒരു ത്രെഡ് കംപ്ലീറ്റ് ആയ നമ്മളിപ്പോ ശേഷം ഒരു പിന്നെ ഒരു ഡ്രോയിങ്ങില് ചിത്രം വറക്കുന്ന പോലെ തന്നെ ഇങ്ങനെ പെൻസില് പൂവ് ഇലയില വറക്കുന്ന പോലെ തന്നെ ഇതിപ്പോ തുണീന്റെ അകത്ത് വറക്കുന്നു. ഇതിപ്പോൾ ഒരു ത്രെഡ് വർക്ക് കംപ്ലീറ്റ് ആയ ശേഷം പിന്നെ ഒരു ത്രെഡ് സെലക്ട് ചെയ്യും. അത് അങ്ങനെയാണ്. നല്ല മെഷീൻ തന്നെ ഈ ഒരു ഡിസൈൻ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഫിനിഷിങ് കിട്ടും. നല്ല ഫിനിഷിംഗ് ആയിട്ട് മെഷീൻ തന്നെ ഇതൊക്കെ റെഡിയാക്കി തരും. അതുപോലെ തന്നെ ഇത് സിംഗിളാണ്. ഇതിൽ എത്ര കളറാണ് പറഞ്ഞത്? 12 കളറാണ് ഇതിൻ്റെ അകത്തുള്ള കേട്ടോ. 12 കളർ ഇട്ടിട്ടാണ് ഇത് അടിക്കുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡബിൾ ഉണ്ട്, കുറച്ചുകൂടി വലുത്. ഇതെന്ന് പറഞ്ഞാൽ 12 24 കളറാണ് ഇതിൻ്റെ അകത്ത് ഇട്ടിരിക്കുന്നത് കേട്ടോ. 24 കളറുകൾ ഒരുമിച്ചിട്ട്. ഇത് കൂടുതൽ ഗാർമെന്റ്സിനാണ് പോകുന്നത്. ഇപ്പോൾ ടീഷർട്ട്, ഷർട്ട്, ലോഗോ വർക്ക് വരുന്നുണ്ട്. 100 പീസ്, 200 പീസ്. അപ്പോൾ അതിൽ 50 ആകുമ്പോൾ ഇതിൽ 100 ആവും. അതുകൊണ്ടാണ് ഇത് ഡബിൾ ആയിട്ട്. അതാ കൂടുതൽ ഇത് പോകുന്ന ഗാർമെന്റ്സിലേക്കല്ല. ഒന്നത് ഓഫ് ചെയ്യോ? അത് എൻ്റെ സൗണ്ട് ആയിട്ടില്ലേ? അപ്പോൾ ഇതുണ്ട് ഡിസൈൻ ഇവരിടുന്ന മെമ്മറി കാർഡിൽ എത്ര ഡിസൈൻ ഉണ്ടെന്ന് പറഞ്ഞാൽ 7000 ഡിസൈൻസ് 7000 ഡിസൈൻസ് ഈ മെമ്മറി കാർഡിലുണ്ട്. അപ്പോൾ ഇതെല്ലാവരും കൊടുക്കുന്നുണ്ടോ മെമ്മറി കാർഡുകൾ? പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമറിനും 7000 ഡിസൈൻസ് ഉള്ള പെൻഡ്രോയിഡ് കിട്ടുന്നതാണ് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ കുറേ സംഭവം കൊടുക്കുന്നുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഇവിടെ ഇത് സെയിലാണ് കേട്ടോ. ഇത് ഇവരെ ഇതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടറാണ്. അപ്പോൾ അത് മാത്രമല്ല ഇവരിടുന്ന് അടിക്കുന്നുമുണ്ട്. അപ്പോൾ ഇത് ആർക്ക് വേണമെങ്കിലും വാങ്ങിക്കാം, നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ടാണ് ഇതിലിടക്ക്. അപ്പോൾ ഈ ഇതിൽ കുത്തിക്കഴിഞ്ഞാൽ 4 തരത്തിലുള്ള പ്രൊസീജിയറിലൂടെ കടന്നു കഴിഞ്ഞാൽ ഇത് നേരെ പണി തുടങ്ങുന്നതാണ് പറഞ്ഞത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇത് സാധാരണ വലിയ എഡ്യൂക്കേഷൻ കാര്യങ്ങൾ ഒന്നും വേണ്ട, അതുപോലെ ഒന്നുമില്ല. സ്വയം തൊഴിലായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റും. ഷോപ്പിലും അതുപോലെ തന്നെ വീട്ടിലും തുടങ്ങാം. ഡെലിവറി ഫ്രീ ആണ്. എല്ലായിടത്തും ഡെലിവറി ഫ്രീ ആണ്. അങ്ങനെ കുറച്ച് സംഭവങ്ങളാണ് കേട്ടോ സുഷ്മിത പറഞ്ഞു തന്നെ. അപ്പോൾ അതുപോലെ തന്നെ പറഞ്ഞാൽ ഇതിൻ്റെ മെഷീനിൽ ഇങ്ങനെ നൂലിങ്ങനെ ഇടുന്ന കാര്യങ്ങൾ. ഇതൊരു മെറൂൺ കളറാണ്. ഇതിൽ അത്ര ക്ലിയർ ആകുന്നില്ല. അതിലാകുമ്പോൾ റെഡ് വരുമ്പോൾ നല്ല ക്ലിയർ ആയി കാണുന്നുണ്ട്. സാരിന്റെ കളറാണ് കൊടുക്കുന്നത്. സാരിന്റെ കളറിൽ ഈ വരുന്ന കളർ സാരിന്റെ കളറാണ്. സാരിന്റെ കളർ. അപ്പം നമ്മൾ സാരിയിൽ കൊടുക്കുന്നതല്ല, ഇങ്ങനെയാണ് ഇത് വരുന്നതെന്നുള്ളത് കണ്ടിട്ടില്ല കേട്ടോ. ഇത് ഇപ്പോൾ ആണ് ഇടുന്നേരം ഇതിൻ്റെ ഒരു ഇത് കിട്ടിയത്. ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഇതുണ്ടാവും അല്ലേ? കവി ആ ബ്ലൗസ് ചേർത്ത് കാണിച്ചിട്ടില്ലേ? അവി അതൊന്ന് കാണിക്കറ. ഇതെല്ലാം ഒരു നൂലെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഈ മെഷീൻ വാങ്ങുന്നവർക്കില്ലേ ഇവരെന്തെല്ലോ സംഭവം കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ. അതൊന്ന് പറയാ. അതിലിടക്ക് ഇതാ വർക്കൊന്ന് കാണാം ഇവരെ. എന്താ ബ്ലൗസിൻ്റെ എല്ലാം മെഷീനിൽ ഹാൻഡ് വർക്ക് ചെയ്യുന്നവരുണ്ടല്ലേ? ഇത് ശരിക്കും ഹാൻഡ് വർക്കും ചെയ്യുന്നവരല്ലേ? ഇത് മെഷീൻ വർക്ക്, ഇത് മെഷീൻ ബ്ലൗസ് എന്താ അല്ലേ? നല്ല പോലെ നെറ്റ് ഇങ്ങനെയുണ്ട്. അതുപോലെ വേറെ ഹെവി വർക്കാണ്. 7000 വെറൈറ്റീസ് ഉണ്ട് പറയുമ്പോൾ അല്ലേ? എന്തെല്ലോ വൈറ്റ് മോഡൽ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇവർ ഈ മെഷീൻ വാങ്ങിക്കുമ്പോൾ കൊടുക്കുന്ന സാധനങ്ങളൊന്ന് കാണിക്കേ. ഇത് നമ്മൾ നേരത്തെ ഒരു ചെറിയ ഷോർട്സ് എടുക്കുമ്പം എല്ലാം പറഞ്ഞു തന്നാ കേട്ടോ. അതാണ് ഞാൻ മുൻകൂട്ടി പറയുന്നത്. എന്തെല്ലാം കൊടുക്കും സുഷ്മിത ഒന്ന് പറയൂ. ഇതിൽ ടൂൾ ബോക്സ് കിട്ടുന്നതാണ് നിങ്ങൾക്കൊരു ടൂൾ ബോക്സ്. മെഷീൻ്റെ മൊത്തത്തിൽ മെഷീൻ്റെ ടൂളുകളെല്ലാം ടൂൾ ബോക്സ്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ മെയിൻ്റെനൻസ് ചെയ്യാൻ വേണ്ടി ടൂൾ ബോക്സ് യൂസ് ചെയ്യാം. പിന്നെ ഫ്രെയിം സെറ്റാണ്. ഒരു 5 സെറ്റ് ഫ്രെയിം സെറ്റ് കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് ലോഗോ വർക്കെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രെയിം സെറ്റ് കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ 15 കാറ്റ്ലോഗ് കൊടുക്കുന്നതാണ്. ഡിസൈൻസ് ഉള്ള കാറ്റ്ലോഗ് 15 എണ്ണം കൊടുക്കുന്നതാണ്. അതെ, 7000 ഡിസൈൻ ഇതിൽ 7000 ഉണ്ടാവില്ല. അത് പെൻഡ്രോയിൽ തന്നെ ഉണ്ടാവും. അടിയിലുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇതെന്താ പറഞ്ഞേ? ഇത് ക്യാൻവാസ് പേപ്പറാണ്. അതിന്റെ ബാക്കിലേക്ക് തിക്നെസ് കിട്ടാൻ വേണ്ടിട്ട് കൊടുക്കുന്നത്. മറ്റേ ഡ്രസ്സിന്റെ നമ്മളെ കോളറിലും വെക്കുന്ന പോലത്തെ അല്ലേ? അതിന്റെ അടി തിക്നെസ് കിട്ടാൻ വേണ്ടി കൊടുക്കുന്നത്. ഇത് എത്ര പേരെ കൊടുക്കുന്നുണ്ട്? അത് റോളാണ്. ഒരു റോള് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 12 ത്രെഡ് കിട്ടും. 12 ത്രെഡ് ഇതുപോലെ അല്ലേ? 12 ത്രെഡും 2 ജെറിയും കിട്ടും. പിന്നെ പവർ ബാക്കപ്പിന് വേണ്ടി UPS കൊടുക്കുന്നത്. കറണ്ട് പോയാലേ UPS സഡൻ നിൽക്കില്ല. ഇത് ഒരു ഹാഫ് ആൻ അവർ 3/4 അവർ. ഇതിനെങ്ങനെ ഈ മെഷീന് കറണ്ട് അധികം വേണം? സിംഗിൾ ഫേസ് ആണ്. സിംഗിൾ ഫേസ് ആണ് പവർ വേണ്ടത്. അപ്പൊ കറണ്ട് സഡൻ പോയാൽ നിൽക്കില്ല, ഫുള്ളി റൺ ആയിക്കൊണ്ടുണ്ടാവും. പിന്നെ അതിന്റെ കൂടെ വൈൻഡിങ് മെഷീൻ കിട്ടുന്നതാണ് നിങ്ങൾക്ക്. മെഷീൻ ഇതിന്റെ കൂടെ കിട്ടുന്നുണ്ട്. പിന്നെ ഗ്യാരണ്ടി കാർഡ്, 2 ഇയർ ഉള്ളത്. 1 ഇയർ ഫ്രീ സർവീസ് ആയിരിക്കും. പിന്നെ ഒരു 1 ഇയർ സ്പെയർ പാർട്സ് എന്തെങ്കിലും പറയുമ്പോൾ സർവീസ് എല്ലാം നമ്മളിപ്പോൾ നമ്മളെ കണ്ണൂരിലും കൊണ്ടുപോയി സർവീസ് അവിടെ ഉണ്ടോ? സർവീസിന് വരുന്നതാണ് ടെക്നീഷ്യൻ. അത് കൂടുതൽ ഇതിന്റെ സ്ക്രീൻ അല്ലേ പ്രോബ്ലം വരുന്നത് സ്ക്രീനിലാണ്. അപ്പോൾ ഞങ്ങൾ വീഡിയോ കോൾ തന്നെ സോൾവ് ചെയ്യാൻ നോക്കും. കേസ് ആയില്ലെങ്കിൽ ഡോർ സ്റ്റെപ്പിന് ടെക്നീഷ്യൻ എത്തുന്നതാണ്. ആയിക്കോട്ടെ. അങ്ങനെ അപ്പോൾ ഇവര് ഭാര്യയും ഭർത്താവും കൂടി ഈ കാസർഗോഡ് ഉദ്ദുമല്ലേ? അല്ല, ബദിയടുക്ക്. രണ്ടും മാറിപ്പോന്നേ.
വലിയ എടുക്കൽ ഇവർ രണ്ടാളും കൂടി ചെയ്യുന്നതാണ്. അപ്പോൾ ഇങ്ങോട്ട് വിളിച്ചു. അപ്പോൾ ഇതെല്ലാം ഒന്ന് കാണാമെന്നും അതുപോലെ തന്നെ എല്ലാവർക്കും പരിചയപ്പെടുത്താൻ വെച്ച് ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ ഈ മെഷീൻ എന്ന് പറഞ്ഞാൽ സ്വയം തൊഴിലെല്ലാം എടുക്കുന്ന അതിൻ്റെ ആവശ്യമായിട്ടുള്ള ഇതിനെല്ലാം പറ്റുന്നതായിരിക്കും. ഇത് ഇവർ പറഞ്ഞു അങ്ങനെ. അതുപോലെ തന്നെ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം നമ്പർ താഴെ കൊടുക്കുക. നിങ്ങൾ കോൺടാക്ട് ചെയ്തോ, നേരിട്ട് സുഷ്മിതേനെ സംസാരിച്ചോ, പൈസയും കാര്യങ്ങളൊക്കെ സുഷ്മിതേനെ വിളിച്ച് നിങ്ങൾ ചോദിച്ചോ. നമ്പർ കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോ നമുക്ക് കൊടുക്കാം. അപ്പോൾ വേറെന്താ സുഷ്മിത, തുളു ആണ് മദർ ടങ് അല്ലേ? അതെ. എന്തെങ്കിലും 2 വാക്ക് തുളു പറയാൻ പറ്റുമോ നമുക്ക് വേണ്ടിയിട്ട്? രണ്ടാളും കൂടി. കവിക്ക് തുളു അറിയോ? അതെയാ? എൻച്ച ഉള്ളാരെന്ന് കേട്ടോ. എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചോര്. എൻച്ച ഉള്ളാറ് സൗഖ്യമുള്ള മെഷീൻ മൂവ് ചെയ്യേണ്ട വീലും കാര്യമെല്ലാം ഉണ്ട്. തന്നെ ഇങ്ങനെയുള്ളത് മെഷീൻ. അപ്പോൾ നമ്മളിവിടുന്ന് ഇറങ്ങലായി. അത് കാര്യത്തിന് ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോ കേട്ടോ. നമ്മളിറങ്ങാം. സുഷ്മ മുന്നേ നമ്മളൊന്ന് ഇറങ്ങട്ടെ. ശരി, ബൈ. ഓക്കെ.